ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി, ദിസ് ഈസ് ഇന്ത്യ, സപ്പോസ് ദിസ് ഈസ് ഇന്ത്യ, ദിസ് ക്ലാസ് റൂം ഈസ് ഇന്ത്യ, ദാറ്റ് ഈസ് അനദർ കൺട്രി, ദാറ്റ് ഈസ് അനദർ കൺട്രി, അത് കടല് എന്തെങ്കിലുമൊക്കെ ആയിട്ട്, ദിസ് ഈസ് ഇന്ത്യ. ഓക്കെ, ദീസ് ആർ ഫോറിനേഴ്സ്. ഓക്കെ, ദീസ് ആർ ഇന്ത്യൻ സിറ്റിസൺസ്. യു ആർ പ്രൊഡ്യൂസിങ് സംതിങ് ഹിയർ. ഇവരെന്ത് ചെയ്യുന്നു? ഇവിടെ എന്തൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദേ ആർ ഓൾസോ പ്രൊഡ്യൂസിങ് സംതിങ് ഹിയർ. ഓക്കെ, അപ്പുറത്തൊക്കെ ഇവിടുന്ന് കുറച്ച് പേര് അപ്പുറത്തെ മേളത്തെ ക്ലാസ്സിലൊക്കെ ഇരിപ്പുണ്ട്, മേളത്തെ കൺട്രിയിലൊക്കെ ഉണ്ട്. ഓക്കെ, നൗ ടെൽ മീ, GDP വരുമ്പം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്തു. GDP ഇത്രയേ ഉള്ളൂ. GDP ക്ലിയർ. അപ്പൊ ഇന്ത്യക്ക് അതോടെ ബൗണ്ടറി അവിടെ എന്താ, ഞാൻ ആരാണെന്ന് നോക്കുന്നുണ്ടോ? വെദർ ഇറ്റ് ഈസ് ഇന്ത്യൻസ് ഓർ ഫോറിനേഴ്സ്, ഐ എം നോട്ട് കൺസിഡറിങ് ദാറ്റ്, ഐ ആം നോട്ട് കെയറിങ് അബൌട്ട് ദാറ്റ്. ഞാൻ പിന്നെ എന്താ നോക്കിയേ? എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് മാത്രമാണ്. ഈ രാജ്യത്തിന്റെ ബൗണ്ടറിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൊഡ്യൂസ് ചെയ്തത്. 18 ഗുഡ്സ്. ക്ലിയർ. ഇനി GDP ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി മറ്റ് രാജ്യങ്ങളിൽ ദീസ് 2 പീപ്പിൾ ആർ ഹൈ കമ്മീഷണേഴ്സ് ഓഫ് ലണ്ടൻ. ദേ ആർ ആൾസോ ഡൂയിങ് സം സർവീസ് ഹിയർ. കാരണം ഇവരെന്താണ്? ലണ്ടനിൽ നിന്നുള്ള ഹൈ കമ്മീഷണേഴ്സ് ആണ്. ലൈക്ക് എന്താണ്, മറ്റേ IFS ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ കുട്ടി ഇവിടെ വരികയാണ്. ഓക്കെ, അപ്പൊ ഇവരുടെ ഇൻകം നമ്മൾ ഇവിടെ എടുക്കില്ല. ഈവൻ അവര് നമ്മളുടെ ബൗണ്ടറിക്കകത്താണ്, പക്ഷെ അവരെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതുപോലെ തന്നെ മുകളിലത്തെ ക്ലാസ്സിൽ ഇരിപ്പുണ്ട് കുറച്ച് ആളുകൾ. അപ്പൊ അവിടെ ഇന്ത്യൻ അംബാസഡേഴ്സ് ഒക്കെ ഉണ്ട്. ഈവൻ ദോ ദേ ആർ വർക്കിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ, ദേ ആർ നോട്ട് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ബട്ട് അവരുടെ ഇൻകം നമ്മൾ ഇവിടെ തന്നെയാണ് ആഡ് ചെയ്യുക. അതൊരു എക്സെപ്ഷൻ ആണ്. മനസ്സിലായോ? ഈ ഫോറിൻ കൺസുലേറ്റ്സ്, അംബാസഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത്. പിന്നെ അടുത്തതുകൊണ്ടല്ല, അതിലേക്കൂടെ ഒരു കപ്പൽ പോകണമെന്ന് കരുതുക, അതിലേക്കൂടെ. ഓക്കെ, അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രാജ്യത്തും ഇല്ല. അവർ ഈ രാജ്യത്തും ഇല്ല, അപ്പുറത്തും ഇല്ല, അവിടെ ഇല്ല, എവിടെയില്ല. അതിലേക്കൂടെ പോകണം. മുകളിലൂടെ ഒരു പ്ലെയിൻ പോകുന്നെന്ന് കരുതുക. ഇവരുടെ ഇൻകം എവിടെ എഴുതും? ഇന്ത്യയുടെ മുകളിലൂടെ പോകുമ്പോ ആണോ? നോ. യെസ്, കറക്റ്റ്. അവരെവിടെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവിടെ. ക്ലിയർ. ഇതൊരു എക്സെപ്ഷനാണ്. കാരണം നമ്മൾ പറയും ടെറിട്ടറി ആണ് നമ്മൾ എപ്പോഴും പറയില്ലേ. അപ്പൊ there are 2 exceptions for that. One is this ambassadors, even though they are not working in the territory of India, they are working outside. അപ്പൊ അവരുടെ സർവീസ്, അവരുടെ ഇൻകം ഇവിടെ വരും. ദെൻ ഷിപ്സ്, പ്ലെയിന് ഒക്കെ വരുമ്പോൾ അത് എവിടെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ വരും. ക്ലിയർ ആയല്ലോ ഈ കാര്യം? So this is all about GDP. Clear? And it is measured every year. And also the final value of goods and services. These 2 people are not producing final goods, they are producing intermediate goods. എന്ന് വെച്ചാൽ എന്താണ്? ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കാർ പ്രൊഡ്യൂസ് ചെയ്യലല്ല, കാറിന്റെ ടയർ പ്രൊഡ്യൂസ് ചെയ്യലാണെന്ന് വെച്ചോ. We are not counting that. Why? Because they are using intermediate, അല്ലെ, they are producing intermediate goods. These 2 people are producing car. അപ്പൊ അവർ ഇവരുടെ കയ്യിൽ നിന്നും കൂടെ സ്റ്റീൽ വാങ്ങിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ഫൈനൽ വാല്യൂ ഇടുന്നത്. ഞാൻ ഇവരുടെ ഇതും എടുത്തു, അവരുടെ എടുത്താലുള്ള ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഡബിൾ കൗണ്ടിങ്. അപ്പൊ ഇത് പറഞ്ഞു തരുന്ന വേറൊന്നിനുമല്ല, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കില്ല GDP-യിൽ. ക്ലിയർ അല്ലേ? ഫൈൻ. ഇനി സെക്കൻഡ് ഹാൻഡ് ഗുഡ്സും എന്ത് ചെയ്യില്ല? എടുക്കില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. ബട്ട് റിപ്പയർ ചെയ്തു എന്ന് കരുതാം. ഹി ബോട്ട് എ കാർ ഫ്രം ഹിം ആൻഡ് റിപ്പയർഡ് ഒരു 10,000 rupees. ദാറ്റ് 10,000 rupees വിൽ ബി കൗണ്ടഡ് ഇൻ GDP. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഇത് കാണാതല്ല പഠിക്കേണ്ടത്, ഈ കോൺസെപ്റ്റ് ആണ് ഉറക്കേണ്ടത്. ക്ലിയർ? നൗ GDP is measured at factor cost and market price. I am the government. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ ഇരിക്കുന്ന പ്രൊഡക്ട്സിന് ഒരു കോസ്റ്റ് ഉണ്ട്. That is factor cost. You are coming to the market to sell this product. ഞാൻ അവിടെ നിൽപ്പുണ്ടല്ലോ, I am going to impose some taxes. Okay. So how to pay that taxes? ആ ടാക്സ് കൂടി അടച്ചു നിങ്ങൾ. സപ്പോസ് ഇയാൾ വിൽക്കാൻ വരുന്നത് ഒരു കുപ്പി ഫ്രൂട്ടി ആണെന്ന് കരുതുക. ഇവൻ വിൽക്കാൻ വരുന്നതെന്ന് പറയുന്നത് ഒരു കുപ്പി നീലബൃങ്കാതി തൈലമാണെന്ന് കരുതുക. ഓക്കെ, പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഈ വിൽക്കുന്നത് എന്താണ്? ഫ്രൂട്ടി. അപ്പൊ ഇവൻ വരുന്ന സമയത്ത് ഐ എം ഗോയിങ് ടു ഇമ്പോസ് 20% ടാക്സ്. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദിസ് പ്രൊഡക്റ്റ്. ഇവൻ വരുന്ന സമയത്ത് ഒരു തൈലത്തിന് നല്ലൊരു അരിഷ്ടത്തിന്റെ പേര് പറഞ്ഞ ദശമൂല അരിഷ്ടം. ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആൾക്കാർക്ക് വാങ്ങാൻ വേണ്ടി ഐ എം ഗിവിംഗ് യു സം സബ്സിഡി. ഐ എം ഗോയിങ് ടു ഡിഡക്ട് ദാറ്റ് സബ്സിഡി ഫ്രം GDP, റൈറ്റ്? കണ്ടോ? അപ്പൊ എന്തായാലും ശരി തന്നെ GDP അറ്റ് ഫാക്ടർ, നിങ്ങൾ എല്ലാവരും ഫാക്ടറീസ് അല്ലേ? സോ നൗ ദ പ്രൈസ് ഈസ് ഫാക്ടർ കോസ്റ്റ് കമ്മിങ്
ഇങ്ങോട്ട് വരുന്നു. ഐ എം ഗോയിങ് ടു ആഡ് സം ടാക്സ് ആൻഡ് ഡിഡക്ട് സം സബ്സിഡി. സോ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് ടാക്സ് മൈനസ് സബ്സിഡി ഈസ് കോൾഡ് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ്. വൈ ഇറ്റ് ഈസ് മാർക്കറ്റ് പ്രൈസ്? ബിക്കോസ് മാർക്കറ്റിൽ വിൽക്കാൻ പോകുന്നത് ആ പ്രൈസിനാണ്. ക്ലിയർ ആയല്ലോ? ഇവിടെ വരെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇതെല്ലാം നമുക്ക് ക്വസ്റ്റിലൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആണ്. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. നൗ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന പരിപാടി, ഇനി നമുക്ക് നാഷണൽ ഇൻകത്തിലോട്ട് വരണം. സം പീപ്പിൾ ആർ ദെയർ, ദേ ആർ ഇന്ത്യൻസ്. ആ കൺട്രിയിൽ അവരവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെടുത്ത് ഞാൻ ആഡ് ചെയ്തു, ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു. ഇവരെ പുറത്താക്കി. ആരെ? ഫോറിനേഴ്സിനെ. ആൻഡ് ദിസ് ഈസ് കോൾഡ് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. യു ആർ ആഡിങ് ദ ഇൻകം earned by Indians from outside India and you are deducting the services or goods produced by foreigners, and this is called what? GNP, gross national product at market price. Clear ആയോ? So from GDP FC അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോയി? GDP MP യിലേക്ക് പോയി. എങ്ങനെ? ടാക്സും സബ്സിഡിയൊക്കെ വെച്ചിട്ട്. ഇനി ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോയി? GNP MP യിലേക്ക് പോയി. ക്ലിയർ? ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവരിപ്പോ ഇവിടെ ഇല്ല, പിക്ചറിൽ നിന്ന് പോയി. ഇവർ ഇന്ത്യൻസ് അല്ല, ദേ ആർ നോട്ട് ഇന്ത്യൻസ്. ഓക്കെ, ഇനി ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. യു പീപ്പിൾ ആർ പ്രൊഡ്യൂസിങ് സംതിങ്, റൈറ്റ്? അപ്പം there incurs some cost of production. For example, എന്തെങ്കിലും ഒരു കമ്പനി പറഞ്ഞേ, രസകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനി പറഞ്ഞേ. കിൻഡർ ജോയ്? ഏതാ? അല്ല, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് അല്ലാത്ത ഏതെങ്കിലും. ദാക്ഷായണി ബിസ്ക്കറ്റ്. അത് ഉണ്ടാക്കണമെങ്കിൽ ഒരു മെഷീൻ വേണ്ടേ? ആ മെഷീന് വിയർ ആൻഡ് ടിയർ വരില്ലേ? വിയർ ആൻഡ് ടിയർ വരുന്ന സമയത്ത് അതിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ that biscuit company produced 100 rupees. Biscuit cost 100 rupees. But out of those 100 rupees, after the production, ആ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഒരു 10 rupees മെഷീൻസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വന്നു. So you have to deduct. അപ്പൊ ആക്ച്വലി ആ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ എത്രയാ? 90. Why? Because 10 rupees is called depreciation. From this GNB you are reducing what? Depreciation, and then you will get NNP. And this net national product is called national income. Okay, ഇനി NCERT യിൽ കാണുന്നത് NNP-FC ആണ് നാഷണൽ ഇൻകം എന്നാണ്. If they are asking NNP-FC എന്ന് തന്നെ ആൻസർ കൊടുത്താൽ മതി. But market price ലാണ്. But in NCERT and in PYQs also we can see at factor cost. കണ്ടോ? ഇവിടെ എല്ലാം കാണുന്നത് എന്താണ്? ഫാക്ടർ കോസ്റ്റിലാണ്. ക്ലിയർ ആയോ? And if you divide this national NNP by the number of people in the country, you will get what? Per capita income. Clear ആയോ? Now again GDP, from GDP you will come to എവിടെ വരും? GDP FC. യിൽ നിന്നും പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു GDP MP. NFI വരുമ്പോ എന്താ? GNP വന്നു. ക്ലിയർ അല്ലേ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ?